നമസ്കാരം, മനേഷ് കുമാർ തൃപ്പൂണിത്തുറ MQസിൻ്റെ മോർണിംഗ് ലൈവ് സെക്ഷനിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നമുക്ക് നേരെ ലൈവിലേക്ക് പോകാം. വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പുള്ള കുറച്ച് വീഡിയോസ് കൂടെ കാണാനായിട്ട് ശ്രമിക്കുക. അതോടൊപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ഈ ഒരു ചാർട്ടിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അത് കാണാം. അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഫോളോ അപ്പ് ചെയ്യാം. ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ്. 1 ഇയർ 2023 മുതൽ യൂസ് ചെയ്യുന്ന ഒരു ചാർട്ടാണ്. ഒരു ഏതാ പറയണ ഒരു എൻട്രി എക്സിറ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ചാർട്ട് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഈ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്യുന്നത് ഇത് ഫോറക്സ്, ക്രിപ്റ്റോ, കൊമോഡിറ്റി, നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സ്റ്റോക്ക് സ്വിങ്ങിലൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ചാർട്ടാണ്. ഞാൻ ബേസിക്കലി അപ്പോൾ ഈ ഒരു ചാർട്ടിനെ പറ്റി പഠിക്കാനോ അല്ലെങ്കിൽ മനസ്സിലാക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതേപോലെ പബ്ലിക് ടെലഗ്രാം ചാനൽ ലിങ്ക് ഉണ്ട്. ഇതൊക്കെ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം കോൺടാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഞാനൊരിക്കലും ഒരു ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത്. എൻട്രി എക്സിറ്റ് അറിയാനുള്ള ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് റീഡിംഗ് ആണ് പഠിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ എനിവേ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം. അതേപോലെ തന്നെ നമ്മുടെ ലൈവ് വ്യൂ അനലൈസ് ചെയ്യുന്ന ഒരു ഡിസ്കഷൻ ഗ്രൂപ്പ് ഉണ്ട്, നിഫ്റ്റിയുടെയാണ്. അപ്പോൾ അതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും താല്പര്യമുള്ളവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഒരിക്കലും ഓരോ കോളോ ടിപ്പോ ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നതല്ല. അവിടെ ജസ്റ്റ് വ്യൂ ആണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഒറ്റയ്ക്ക് ട്രേഡ് എടുത്തിട്ട് ഈ ലോസ് വരുന്നവർ, ഈ ഒരു മെൻ്റലി ഫിറ്റ് അല്ലാത്തവർ, ഓവർ ട്രേഡ്, റിവെഞ്ച് ട്രേഡ് ചെയ്യുന്നവർക്കൊക്കെ ഒരു റിലാക്സേഷനോട് കൂടി ഒരുമിച്ചിരുന്ന് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. അത് ടെലഗ്രാമിലാണ് അതിൻ്റെ ലൈവ്. അപ്പോൾ അതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ 21 പേരുടെ ഒരു ഗ്രൂപ്പ് തിങ്കളാഴ്ച മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ദയവേത് നേരിട്ടൊന്ന് വിളിക്കാനായിട്ട് ശ്രമിക്കുക. പലവരുടെയും റിക്വസ്റ്റ് പബ്ലിക് അതിൻ്റെ ചാനലിൻ്റെ ലിങ്ക് പബ്ലിക് ടെലഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഒരു 5-10 പേര് റിക്വസ്റ്റ് തന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ അവരോടൊന്ന് വിളിക്കാൻ പറഞ്ഞിട്ട് അവരൊന്ന് വിളിക്കുക പോലും ചെയ്യുന്നില്ല. അങ്ങനെയുള്ളവരുടെ റിക്വസ്റ്റ് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നതല്ല. ഒരു ഗ്രൂപ്പിൽ റിക്വസ്റ്റ് തന്നു, അത് അക്സെപ്റ്റ് ചെയ്തു, അങ്ങനെ പോകുന്ന ശീലം എനിക്കില്ല. എന്തായാലും പഠിക്കാനാണെങ്കിലും ലൈവിലേക്കാണെങ്കിലും എന്താണെങ്കിലും നേരിട്ട് വിളിച്ച് സംസാരിച്ചൊന്ന് പരിചയപ്പെടാതെ നമ്മൾ മുമ്പോട്ട് പോകുന്നതല്ല എന്നുള്ള കാര്യം കൂടെ അറിയിച്ചുകൊണ്ട് നമുക്ക് ലൈവിലേക്ക് പോവാം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സമയം 9:09 ആയിട്ടുണ്ട്. 79 പോയിൻ്റാണ് മാർക്കറ്റിൽ ഗ്യാപ്പ് അപ്പ് വന്നിരിക്കുന്നത്. 79 പോയിൻ്റ് ഗ്യാപ്പ് അപ്പ് എന്ന് പറയുമ്പോൾ 22,555 22,555 പ്ലസ് 75 22,630 624 642 ഇവിടെ ഒരു വൈറ്റ് ഡോട്ട് ഉണ്ട്. ആ ഡോട്ടിലാണ് മാർക്കറ്റ് ഇപ്പോൾ ഓപ്പൺ ആവാൻ പോകുന്നത്. അതായത് അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു ബോക്സ് വരച്ച് വെക്കാം. അപ്പോൾ ഈ ബോക്സിനകത്താണ് മെജോറിറ്റി മാർക്കറ്റിൽ നിന്ന് കൺസോൾട്ടേഷൻ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു ബോക്സിനകത്ത് ആദ്യത്തെ ഒരു 5 മിനിറ്റ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കണം. അതിനുശേഷം 22,624 ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ട് കണ്ടിന്യൂസ് ലോവിലേക്കാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഗ്യാപ്പ് ഫില്ലിംഗ് ആണ്. 22,562 തന്നെ ആ ഭാഗത്ത് ഇന്നത്തെ ദിവസം കൺസോൾട്ടേഷൻ ചെയ്യാനായിട്ടുള്ള ചാൻസസ് ആണ് കൂടുതൽ. അപ്പോൾ നിൽക്കുന്ന ലെവലിൽ നിന്ന് അപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ 22,713 22,752. ഇപ്പോൾ നിൽക്കുന്ന ലെവലിൽ നിന്ന് താഴത്തോട്ട് പോന്നാൽ നമ്മൾ ഒരു ലോ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇന്നലെ നമ്മൾ ലൈവിൽ വരച്ചു വെച്ചൊരു വരയുണ്ട് 22,401. അതിൻ്റെ ഏകദേശം അടുത്തേ മാർക്കറ്റ് എത്തിയിട്ടുള്ളൂ. കഴിഞ്ഞ തിങ്കളാഴ്ച തൊട്ട് നമ്മൾ മെൻഷൻ ചെയ്യുന്നൊരു ലൈനാണ് ഈ ഒരു ലൈൻ എന്ന് പറഞ്ഞാൽ. അതായത് നമ്മൾ വീക്കിലി ക്യാൻഡിൽ പറഞ്ഞപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ മാർക്കറ്റ് എങ്ങനെയാണെങ്കിലും കറങ്ങി തിരിഞ്ഞ് 5 ദിവസമായാലും ശരി 10 ദിവസമായാലും ശരി ഈ ലോവിലേക്ക് വരുമെന്ന് നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ലോവിലേക്കാണ് മാർക്കറ്റ് നല്ല രീതിയിൽ ഡൗൺ ആയത്. നോൺ സ്റ്റോപ്പ് ഡൗൺ ആണ് ഈ ഒരാഴ്ച ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അടുത്ത ആഴ്ചയും മേ ബി ഡൗൺ ആവാം. കാരണം ഇവിടെ ഈ യെല്ലോ ലൈൻ ഉണ്ട്, ആ യെല്ലോ ലൈൻ ടച്ച് ചെയ്യണം. അപ്പോൾ മേ ബി അടുത്ത ആഴ്ചയും ഡൗണോ അല്ലെങ്കിൽ ഇവിടെ തന്നെ അപ്പ് ആൻഡ് ഡൗണോട് കൂടി, അതായത് ഒരു 3 ദിവസം അപ്പ്,
അത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 2 ദിവസം അപ്പ്, അത് കഴിഞ്ഞിട്ട് ബാക്കി 3 ദിവസം ഡൗണ്, അല്ലെങ്കിൽ ഡൗൺ അതിനുശേഷം അപ്പ്. ഇപ്പോൾ ഈ ഒരു വൈറ്റ് ലൈൻ ബേസ് ചെയ്തിട്ട് തന്നെ ആയിരിക്കും അതിലുണ്ടാവുക. ലിങ്ക് ഓപ്പൺ ആവുന്നില്ല, ലിങ്ക് നേരിട്ടല്ലേ. അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ആവട്ടെ, നമുക്ക് സി സെലക്ട് ചെയ്യാം. സി നല്ല റേറ്റ് ആണെന്ന്, 470 റേഞ്ചൊക്കെ വരും. നമുക്കിതിൽ താത്തി പിടിക്കലേ നടക്കുന്നത്. വല്ലാത്ത റേറ്റ് ആയി പോയല്ലോ. ഓ, സാധാരണ കഴിഞ്ഞ 2 ആഴ്ച ഇത്രയും റേറ്റ് വന്നില്ലായിരുന്നു. നിഫ്റ്റി തന്നെ അല്ലേ ഇതെങ്ങനെ, ഏത് സ്ട്രൈക്ക് സെലക്ട് ചെയ്യൂ ഇത്? എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ആഴ്ച തൊട്ട് മുമ്പോട്ടൊന്നും ഇത്രയും വലിയ റേറ്റ് ഒന്നും വന്നിട്ടുണ്ടായില്ല എന്ന് തോന്നുന്നല്ലേ. റേറ്റ് തീരെ കുറവായിരുന്നു. ഇതിപ്പോൾ ഈ പ്രീമിയം കുറച്ചു എന്ന് പറഞ്ഞാൽ എനിക്ക്, അല്ലെങ്കിൽ 25 ആക്കി എന്ന് പറയുന്നതിൽ ഇത്ര വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം 50 ആയിരുന്നപ്പോൾ ഇത്ര റേറ്റ് ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പോൾ ഭയങ്കര റേറ്റാണ്. 22,600. എന്തായാലും ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇന്ന് കൺസോൾട്ടേഷൻ ആണ്, ഇന്ന് ആവറേജിങ് നോക്കാം, അതേ നടക്കുള്ളൂ. 22,600 സിയും ബിയും നോക്കാം. ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടുണ്ട്. നിലവിലെ ക്യാൻഡലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഹൈ എത്രയാണ്, 450 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 455-ലേക്കുള്ളൊരു ക്വിക്ക് മൂവ് ആയിരിക്കും. 5 പോയിന്റ് കിട്ടുമെന്ന് നോക്കട്ടെ. 450 ബ്രേക്ക് ചെയ്താൽ 455-ലേക്ക്. പിയിൽ സ്റ്റിൽ RSI 2 മിനിറ്റിൽ അപ്പർ സൈഡ് തന്നെയാണ് നിൽക്കുന്നത്. 455 ബ്രേക്ക് ചെയ്താൽ 457. നേരെ മറിച്ച് ഇവിടെ ഡോജി ക്യാൻഡിലാണ്, ഓപ്പൺ പ്രൈസിൽ തന്നെയാണ് നിൽക്കുന്നത്. അമ്മേ, ഗ്യാപ്പ് ഇവിടെ ഫില്ല് ചെയ്തിട്ടുണ്ട്, ഇവിടെയും ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇവിടെ 440 ബ്രേക്ക് ചെയ്താൽ 448-ലേക്ക്. ഇവിടെ ഇതിൻ്റെ ഹൈ എത്രയാണ്, 451. 450 അഗെയിൻ ബ്രേക്ക് ചെയ്താൽ 455-ലേക്ക്. 430 ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് പോന്നാൽ ഈ ഒരു യെല്ലോ ലൈനിലേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. ഹയർ ടൈം ഫ്രെയിമിൽ 15 മിനിറ്റ്സിൽ ഒരു ബ്രേക്ക് ഔട്ട് പൊസിഷനിലാണ് നിൽക്കുന്നത്. അതായത് 465 ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് 555-ലേക്ക് മാർക്കറ്റ് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ പിയിലും RSI അപ്പർ സൈഡിലേക്കാണ് 30 മിനിറ്റ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സിയിൽ എന്ത് ചെയ്യാം, 4.2 ഒക്കെയാണല്ലോ വന്ന് കിടക്കണം. ഒരു ആവറേജിങ് അവിടെ അങ്ങ് കിടക്കട്ടെ. നാനൂറ്റി 60 ടച്ച് ചെയ്യാനായിട്ട് കിടപ്പുണ്ട്. നാനൂറ്റി 55, 459 വരെ എന്തായാലും ഒരു ടിപ്പിലേക്ക് വേണ്ടി മാർക്കറ്റ് പോകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. കാരണം ഹയർ ടൈം ഫ്രെയിം 30 മിനിറ്റിൽ മാർക്കറ്റ് അപ്പർ സൈഡിലേക്ക് നിൽക്കുന്നത് കാരണം 15 മിനിറ്റ്സിൽ കൺസോൾട്ടേഷൻ ബ്രേക്ക് ചെയ്തിട്ടായിരിക്കും മാർക്കറ്റിൻ്റെ ഒരു അപ്പ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസ്. അപ്പോൾ അതുകൊണ്ട് ഉച്ച വരെയും അല്ലെങ്കിൽ ഇന്ന് കംപ്ലീറ്റും ഇതിൻ്റെ അകത്ത് തന്നെ ആയിരിക്കും മാർക്കറ്റ് കംപ്ലീറ്റ് ചെയ്യണം. കാരണം 30 മിനിറ്റിൽ അപ്പർ സൈഡിലേക്കാണ് മാർക്കറ്റ് നിൽക്കുന്നത്. 15 മിനിറ്റ്സിൽ RSI അപ്പർ സൈഡിലാണ് ഓൾറെഡി നിൽക്കുന്നത്. അപ്പോൾ അത് തിരിച്ച് താഴെ പോയി കറങ്ങി വന്നിട്ടേ എന്തായാലും ബ്രേക്ക് ഔട്ട് ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ പിയുടെ കേസിലാണെങ്കിൽ 15 മിനിറ്റ്സിൽ പി ഡൗൺ സൈഡിലേക്ക് കർവ് ആവുന്നുണ്ട്. അവിടെ നിൽക്കട്ടെ, ഒരു 10 പോയിന്റ് ഇതിൽ നിന്ന് കിട്ടുമെന്ന് നോക്കാം. സിംഗിൾ ലോട്ടല്ലേ ഉള്ളൂ, താഴത്തോട്ട് പോയാൽ സന്തോഷം. 400 വെച്ചിട്ട് ആവറേജ് ചെയ്യാം.
എന്തായാലും ടാർഗറ്റ് ഹിറ്റ് ചെയ്യട്ടെ. $445 വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻ്റ് ആണ്. അത് ബ്രേക്ക് ചെയ്താൽ 450 456 വരെയൊക്കെ മാർക്കറ്റ് പോകും. അവിടെ നിന്നും ബ്രേക്കായ 471 വരെ മാർക്കറ്റ് പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇവിടെ ഒരു സപ്പോർട്ട് എടുക്കുന്നുണ്ട്. ഈ 400 എന്നുള്ളത് ഒരു സപ്പോർട്ട് സോണാണ് പീനെ സംബന്ധിച്ച്. സിയിൽ ഞാൻ ആവറേജിങ് ഇട്ടേക്കുന്ന കൊണ്ട് ഞാനത് അവിടെ ഇട്ടേക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഇൻസൈഡ് ബാർ ക്യാൻഡിലായിട്ട് ഫോം ചെയ്താൽ പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ 412 മുതൽ 420 വരെ കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ. അതർവൈസ് 400 ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ അടുത്ത സപ്പോർട്ടിംഗ് സോൺ 387 ആണ്. രണ്ട് മിനിറ്റിൽ സ്റ്റിൽ അപ്പർ സൈഡിലേക്ക് തന്നെയാണ് പി നിൽക്കുന്നത്. ഞാനത് ആവറേജിങ് ഉദ്ദേശമാണ് ഇട്ടിരിക്കുന്നത്. ഒരു നല്ല റേഞ്ചിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഒന്നൊരു ഫാള് വന്നാൽ സഡൻ ഫാള് ഇവിടുത്തെ നമ്മളുടേത് 445 കൂടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ സഡൻ അപ്പാണെന്ന് മാത്രമേ ഉള്ളൂ. 445 ബ്രേക്ക് ചെയ്താൽ 450 457 മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. ഞാനിപ്പോൾ ഇത് എവിടെയായിരിക്കും ആദ്യത്തെ ആവറേജ് ചെയ്യാനായിട്ടുള്ള അവസരം നോക്കുകയാണെങ്കിൽ 430 ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്ന് 405 413 ഒരു സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ മാത്രമാണ് ഞാൻ ആവറേജ് ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ സ്റ്റിൽ ഹയർ ടൈം ഫ്രെയിം ബേസിൽ ഹോൾഡിങ് തന്നെയാണ്. 445 ബ്രേക്ക് ചെയ്ത ഒരൊറ്റ മൂവ് ആയിരിക്കും 455 വരെ, 10 പോയിന്റ്. ഇവിടെ ലോവിലേക്ക് വരുന്നുണ്ട്. നെക്സ്റ്റ് ഇതൊരു സപ്പോർട്ടിംഗ് സോണാണ് ഈ 390 എന്നുള്ളത്. അവിടെ നിന്ന് മാർക്കറ്റ് റിവേഴ്സ് ആയാൽ കയറിപ്പോവും. അതർവൈസ് ഇവിടെ നിന്ന് ഡൗൺ ആയാൽ ഇവൻ 445 ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകണം. $443 വരെ പോയിട്ടുള്ളൂ. നെക്സ്റ്റ് ക്യാൻഡിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നല്ല രീതിയിൽ ഇവിടെ മൂവ്മെൻറ്റ് വന്നിട്ടും സിയിൽ ആൾക്കാർ സിയിലേക്ക് പോകുന്നില്ല. ഇപ്പോഴും ആൾക്കാർ പിയിൽ ഇത് രണ്ടും ഏകദേശം ഇതിൻ്റെ അത്ര വോളിയം സിയിൽ കയറുന്നില്ല. അപ്പോൾ ആൾക്കാർ ഇപ്പുറത്തോട്ട് ഷിഫ്റ്റ് ഔട്ടായിട്ട് വരുന്നുള്ളൂ, കാര്യഗൗരവങ്ങളൊക്കെ വെച്ച് വരുന്നുള്ളൂ. കാരണം 445 വളരെ സ്ട്രോങ് റെസിസ്റ്റൻ്റ് ആണെന്ന് സിക്കാർക്ക് അറിയാം. അത് ബ്രേക്ക് ചെയ്ത സാധനം പറക്കും. എല്ലാവരും ഇപ്പോൾ പിയിൽ ലോസ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇത് താഴത്തോട്ട് വരുന്നത് വരെ റെഡിട്ട് കയറുന്നത് വരെ നമുക്ക് പോസിബിലിറ്റി ഉണ്ട്.
ബ്രേക്കൗട്ട് 445 കിട്ടിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഒരു 456 മാർക്കറ്റ് മൂവ് ചെയ്യും. അപ്പോൾ ഈ ക്യാൻഡിൽ ഇൻസൈഡ് ബാർ ക്യാൻഡിലായിട്ട് ഫോം ചെയ്താൽ മാത്രമാണ്, അതായത് ഇനിയൊരു റിവേഴ്സ് ഉണ്ടാവുകയാണെങ്കിൽ അത് ഇൻസൈഡ് ബാർ ക്യാൻഡിൽ ബേസ് ചെയ്തിട്ടായിരിക്കും. ഇപ്പോഴൊന്നും പറയാറൊന്നും ആയിട്ടില്ല. ഇവിടെ റെഡിൽ നല്ല വോളിയം വരുന്നുണ്ട്, ഇവിടെ വോളിയം കയറുന്നില്ല. അപ്പോൾ രാവിലെ ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ് കാര്യങ്ങൾ. ഉറപ്പായ തീരുമാനമൊന്നും ആകാറായിട്ടില്ല. ഇതൊരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ആവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ഞാൻ ആവറേജിങ്ങിൽ വേണ്ടി ഇട്ടിരിക്കുന്ന കാരണമാണ്. എനിക്ക് എന്തോരം മൂവ്മെൻറ്റാണ് ഇതിലുണ്ടായ, അതിൻ്റെ ഒരു തരി മൂവ്മെൻറ്റ് രണ്ടും 2 മിനിറ്റിൻ്റെ തന്നെയാണ്. ഇവിടുത്തെ മൂവ്മെൻറ്റ് നോക്കൂ, ഇവിടുത്തെ മൂവ്മെൻറ്റ് നോക്കൂ, രണ്ടും റെഡാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിവിടെ വന്ന് സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ മാത്രമേ നമ്മൾ ആവറേജ് ചെയ്യത്തുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ആവറേജ് തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല. മുട്ടി 2 ലോട്ട് മുട്ടി 405 മുട്ടട്ടെ. നമുക്ക് അവിടെ ഒന്ന് ആവറേജ് ചെയ്ത് കൊടുക്കാം. അയ്യോ പണി, നമ്മൾ രണ്ട് സൈറ്റിൽ ആവറേജ് ചെയ്തു. ആവറേജ് ചെയ്ത സ്ഥലം മാറിപ്പോയി. ലിങ്ക് ചെയ്തിട്ടിരിക്കുന്നത് ഇതാണ്, സിയിൽ ലിങ്ക് ചെയ്തിട്ടിരിക്കുന്നത് ഇവിടെയാണ്. 600 ഇപ്പോൾ മാർക്കറ്റ് ഡൗണിലേക്ക് നിൽക്കുന്നത്. കൺസോൾട്ടേഷൻ സോണാണ്, പക്ഷേ നമ്മൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്. 22,600 സി നമ്മൾ ഇവിടെ ആയിരുന്നു അത് ഓൾമോസ്റ്റ് ആവറേജ് ചെയ്യേണ്ടിയിരുന്നത്. നമ്മൾ ലിങ്ക് ചെയ്തിട്ടിരിക്കുന്ന ഈ ഒരു ചാർട്ടാണ്. അവിടെ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി, കാരണം നമ്മൾ ഡബിൾ ചാർട്ടിൽ പോയി അവിടെയാണ് എൻട്രി എടുത്തത്. ആ ചാർട്ട് ഞാൻ ഡിമാറ്റ് അക്കൗണ്ടായിട്ട് ലിങ്ക് ആക്കിയിട്ടുണ്ടായില്ല. അപ്പോൾ നമ്മൾ അവിടെ ഒരു മിസ്റ്റേക്ക് പറ്റി. അപ്പോൾ ഇന്ന് തൽക്കാലം റെസ്റ്റ് എടുക്കുമെന്ന് പറഞ്ഞ പോലെ ആയിരുന്നു. നമ്മൾ ആവറേജ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ച സ്ഥലം ഈ യെല്ലോ ലൈനിൽ വന്ന് മുട്ടുമ്പോൾ ആവറേജ് ചെയ്യാമെന്നാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അത് കറക്റ്റായിട്ട് ഈ വൈറ്റ് ലൈനിൽ വന്ന് മുട്ടി. ആ സമയത്ത് ആവറേജ് ചെയ്ത സ്ഥലം മാറിപ്പോയി. അത് ആവറേജ് ചെയ്തിരുന്നെങ്കിൽ ഓൾമോസ്റ്റ് ഇപ്പോൾ നല്ല പ്രോഫിറ്റിലേക്ക് അത് ആയേനെ. എനിവേ നമുക്ക് വെയിറ്റ് ചെയ്യാം. നോക്കിക്കേ, 418 നിന്ന് നമ്മൾ പറഞ്ഞത് യെല്ലോ ലൈനിൽ വന്ന് മുട്ടുമ്പോൾ നമുക്ക് 2 ലോട്ട് ആവറേജ് ചെയ്യാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ യെല്ലോ ലൈനിൽ വന്ന് മുട്ടുമ്പോൾ എന്തായ അവസ്ഥ? 414 വന്ന് മുട്ടിയ അറ്റ് എ ടൈമിലെ എൻട്രി ആണ്. തിരിച്ചെന്ത് ചെയ്തു? ഇത് സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ആണ്, താഴെ മുട്ടാൻ വേണ്ടി പോവാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 400 വേണ്ട, 420 നിന്ന് എടുത്താലും 438. കാരണം ഈ ക്യാൻഡിലിൻ്റെ ഓപ്പൺ ഏരിയയിലേക്ക് ഈ ക്യാൻഡിൽ വരണം. എന്തോ രാവിലെ ഭാഗ്യമില്ല എന്ന് വേണം പറയാൻ. പക്ഷെ കൂടി ആർക്കെങ്കിലും ഭാഗ്യം ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. ആ ഭാഗ്യം നമുക്ക് ഇപ്പുറത്ത് പിടിക്കാൻ പറ്റുമെന്ന് നോക്കാം. രണ്ടും ആകെ രാവിലെ തന്നെ ആകെ മനസ്സിനൊരു മടുപ്പായിപ്പോയി. കാരണം ഈ ഒരു മൂവ്മെൻറ്റ് പോയതിൽ വളരെ നല്ല രീതിയിൽ മനസ്സിലൊരു സങ്കടമുണ്ട്. കാരണം 420, 38, അതായത് ഒറ്റ വലിവിലാണ് മാർക്കറ്റ് ഈ ഒരു ലെവലിലേക്ക് നിൽക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, 422 നിന്ന് ആ ആവറേജ് സമയത്ത് 3 ലോട്ടായിരുന്നെങ്കിൽ ഉള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ആവറേജ് ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇപ്പോൾ ആവറേജ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? 439 ഓൾറെഡി നമ്മൾ കിട്ടിയിരുന്നെങ്കിൽ എത്ര കിട്ടിയേനെ? നമ്മൾ ആ ചാർട്ട്, അതിൻ്റെ ഇടക്ക് ചാർട്ട് മാറിപ്പോയൊരു ഇഷ്യൂ മാത്രമേ ഉള്ളൂ. കിട്ടിയിരുന്നെങ്കിൽ എത്ര കിട്ടിയേനെന്ന് ഞാനിപ്പോൾ കണക്ക് കൂട്ടി പറയാം. ഇപ്പം നമ്മളുടെ എൻട്രി 439 ആണ്. 439 നിന്ന് നമ്മൾ പറഞ്ഞ ഈ ഒരു 414 വന്നപ്പോഴാണ് നമ്മളവിടെ 2 ലോട്ട് ആഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ 4 കഴിഞ്ഞത് കഴിഞ്ഞ്, എന്നാലും നമുക്ക് എത്ര കിട്ടുമായിരുന്നു എന്ന് ആലോചിക്കണമല്ലോ. 439 മൈനസ് 414, 25 പോയിൻറ്റ്.
അപ്പോൾ ഒരു 12 പോയിൻ്റെങ്കിലും എന്താ ഡൗണിലേക്കാണ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 414 പ്ലസ് 12 എന്ന് പറയുമ്പോൾ 426. 426 ഇത് എവിടം വരെ പോയായിരുന്നു? 443 വരെ എന്തോ വന്നായിരുന്നു തോന്നുന്നു. അപ്പോൾ ഒരു 15 പോയിൻ്റ് കൂട്ടും, കൂടുതലൊന്നും വേണ്ട. 15 പോയിൻ്റ് കൂട്ടുമ്പോൾ ഇൻറ്റു 75, 1125 ഈസി ആയിട്ട് കണ്ണിൽ കൂടെയാണ് പോയത്. ഇപ്പം ഇത്തിരി വലിയ കളികൾ കളിക്കാം. കാരണം ഇവിടെ ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ഒരു സഡൻ മൂവ് ആയിരിക്കും. എങ്ങോട്ട്? 410ലേക്കോ 419ലേക്കോ ഒരു സഡൻ മൂവ് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ലോസ് ഞാൻ കണക്കാക്കിയിരിക്കുന്നത് 369 വന്നു കഴിഞ്ഞാൽ ഞാനത് എക്സിറ്റ് ചെയ്യും. 369 വന്നു കഴിഞ്ഞാൽ എക്സിറ്റ് ചെയ്യും. നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി എവിടെയാണോ വരുന്നത് ആ സമയത്ത് ആലോചിച്ചിട്ട് തീരുമാനം എടുക്കും. ഒന്നെങ്കിൽ എൻ്റെ സ്റ്റോപ്പ് ലോസ് ഈ ഭാഗത്ത് അടിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഇത് എവിടം വരെ പോവുക? ഫസ്റ്റ് 395 വരെ പോവുക, അല്ലാന്നുണ്ടെങ്കിൽ 410 പോവുക, അല്ലാന്നുണ്ടെങ്കിൽ 419 പോവുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഭാഗത്ത് വരികയാണെങ്കിൽ നേരെ സെല്ലടിച്ചിട്ട് വെയിറ്റ് ചെയ്യും. ഒരു 1500 2500 വന്നാലും വിഷയമൊന്നുമില്ല. പിന്നെ ഹെഡ്ജിങ് ആണ്. ഇവിടെ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഇതും 7 എണ്ണം ആഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഓക്കെയാണ്. പക്ഷെ നമുക്ക് അത്രയും എടുക്കാനുള്ള കപ്പാസിറ്റി ഇപ്പം ഇല്ല. ഇന്ന് റേറ്റ് കൂടുതലാണ്. വേണ്ട, അതവിടെ ഹോൾഡായിട്ട് കിടക്കട്ടെ. എന്താ സംഭവിക്കണമെന്ന് നമുക്ക് നോക്കാം. സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് എന്തായാലും വലിയ വിഷയമില്ല. എന്താണെങ്കിൽ ആണെങ്കിലും ഈ ക്യാൻഡിൽ ഞാനിപ്പോൾ അത് സ്റ്റോപ്പ് ലോസ് ഇടുന്നില്ല. എത്രത്തോളം പോകും അത്രത്തോളം പൊക്കോട്ടെ. എന്തായാലും മാർക്കറ്റ് തിരിച്ച് കോസ്റ്റ് ടു കോസ്റ്റിലേക്കെങ്കിലും വരും. നല്ല രീതിയിൽ താഴത്തോട്ട് പോയാലും മാർക്കറ്റ് തിരിച്ച് കോസ്റ്റ് ടു കോസ്റ്റ് വരും. ഈ റെഡൊന്നും നമ്മളത്ര വലിയ പാനിക്കാക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. നമുക്കുള്ള ലക്ഷ്യം ഒന്നെങ്കിൽ ഈ യെല്ലോ ലൈൻ, ഇല്ലെങ്കിൽ എത്രത്തോളം പോകും അത്രത്തോളം പോട്ടെ. വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻ്റ് ആണ് 445 എന്നുള്ളത്. അപ്പോൾ 445 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് ഒരു 457ലേക്കോ 470ലേക്കോ മൂവ് ചെയ്യത്തുള്ളൂ. RSI ഇവിടെ 2 മിനിറ്റിൽ ഒരു ക്രോസ് ഓവർ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇത് എത്ര ലോസിലേക്ക് പോയാലും അത് കോസ്റ്റ് ടു കോസ്റ്റിൽ നമുക്ക് ഇറങ്ങാം എന്നുള്ളൊരു വിശ്വാസം നമ്മളുടെ ചാർട്ട് ബേസിൽ നമുക്ക് ഉള്ളതുകൊണ്ടാണ് അത് സ്റ്റോപ്പ് ലോസ് ഇടാതെ ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് നിലവിലുള്ള എൻട്രി പ്രൈസ് ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മളെടുത്ത എൻട്രി പക്ക എൻട്രി ആ ഒരു ഏരിയ, അതായത് 377 എന്നുള്ളൊരു ഏരിയ ബ്രേക്ക് ചെയ്തൊന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സാധനം സ്മൂത്തായിട്ട് അങ്ങ് പൊക്കോളും. ഇവിടെ ക്രോസ് ഓവർ ആയിട്ടുണ്ട്. ഇവിടെ ഓൾറെഡി ക്രോസ് ഓവർ ഡൗണിലേക്കാണ്. വളരെ ഫാസ്റ്റ് ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ് ഇപ്പോൾ വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്, വളരെ സ്പീഡായിട്ട്. ഇപ്പോൾ ഇവിടെ ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്ങിനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നതിൻ്റെ അർത്ഥം. കാരണം നമ്മൾ പറഞ്ഞത് 30 മിനിറ്റിൽ അപ്പർ സൈഡിലേക്കാണെങ്കിലും 15 മിനിറ്റ്സിലേക്ക് ഡൗൺ സൈഡിട്ടാണ് പോണത്. ഡൗൺ സൈഡിൽ പോയിട്ടായിരിക്കും കർവ് ചെയ്ത് വരുന്നത്, അല്ലെങ്കിൽ കൺസോൾട്ടേഷൻ ബേസ് ചെയ്ത് നിന്നിട്ടായിരിക്കും നെക്സ്റ്റ് ഒരു മൂവ്മെൻറ്റ് എന്തായാലും ഉണ്ടാവുള്ളൂ. അപ്പോൾ
കുറേ നേരത്തേക്ക് ഇവിടെ തന്നെ മാർക്കറ്റ് ഇങ്ങനെ കിടന്നിട്ട് സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കും നല്ലൊരു മൂവ്മെൻറ്റ് മാർക്കറ്റിലേക്ക് പോകുന്നത്. കാരണം എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇവിടെ നടക്കുന്നുണ്ട്. കാരണം ഇതും റെഡാണ്, ഇവിടെയും റെഡാണ്. അപ്പം അതുകൊണ്ടൊരു സേഫായിട്ടുള്ളൊരു പരിപാടി എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ചാർട്ടിലല്ല മൊത്തത്തിൽ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എവിടെയൊക്കെയോ നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇത്രയും വലിയ മൂവ്മെൻ്റ് ഉണ്ടായിട്ടും ഇവിടെയും റെഡാണ് കാണിക്കുന്നത്, ഇവിടെയും മാർക്കറ്റിൽ അനങ്ങുന്നില്ല. അതുകൊണ്ട് മാർക്കറ്റ് 445 ബ്രേക്ക് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് ഇപ്പുറത്താണ് മൂവ്മെൻറ്റ് കംപ്ലീറ്റ് ഉണ്ടാവണേ. ഒരു തരി ഇതിൻ്റെ രണ്ടും റെഡാണ്. ഇങ്ങനത്തെ ഒരു സിനാരിയോ മുമ്പും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ആണ്, ഈ കാണുന്ന മുഴുവൻ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ആണ്. ഫ്യൂച്ചറിൽ എന്താണ് അവസ്ഥയെന്ന് നോക്കാം. ഫ്യൂച്ചറിൽ നമ്മളുടെ ബോക്സ് അകത്തേക്കാണ് മാർക്കറ്റ് കയറിയിരിക്കുന്നത്. അപ്പോൾ ക്രോസ് ഓവർ, ഡബിൾ ക്രോസ് ഓവർ ഓൾറെഡി വന്നിട്ടുണ്ട് ഫ്യൂച്ചറിൽ. അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് ക്യാൻഡിൽ ഒരു ബ്രേക്കൗട്ട് കിട്ടിയാലും ഈ ഒരു ബോക്സ് ബേസ് ചെയ്തിട്ടൊക്കെ കൺസോൾട്ടേഷനായിട്ട് വരത്തുള്ളൂ. ഫ്യൂച്ചറിൻ്റെ ചാർട്ടിൽ 15 മിനിറ്റ്സിൽ ഏകദേശം ഒരു ടിപ്പിൽ ഇടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ നെക്സ്റ്റ് ക്യാൻഡിൽ ഒരു ലോവോ എന്തെങ്കിലുമൊക്കെ വരുമെന്നുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കാം. സിയിൽ ഒരു എക്സ്പാൻഷൻ വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ക്യാൻഡിൽ ഇതിൻ്റെ ഹൈ ഫ്യൂച്ചറിൽ ബ്രേക്ക് ചെയ്താൽ 22,781 ഇട്ട് പോകത്തുള്ളൂ, അല്ലെ പോകത്തില്ല. വല്ലാത്തൊരു സ്ട്രഗിളിങ് ഏരിയയിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഫൈവ് മിനിറ്റിൽ ഈ ഒരു യെല്ലോ ലൈനിൻ്റെ ബോർഡർ ലെവലിലേക്കാണ് വന്ന് നിൽക്കുന്നത്. 5 മിനിറ്റിൽ RSI ക്രോസ് ഓവർ ആകാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ എവിടെയൊക്കെ താഴത്തോട്ട് പോയാലും മാർക്കറ്റ് എന്തായാലും കോസ്റ്റ് ടു കോസ്റ്റിലേക്ക് വരും. അപ്പോൾ ഇത് എവിടത്തേക്കൊക്കെ താഴത്തോട്ട് പോയാലും ഈ യെല്ലോ ലൈൻ താഴത്ത് വരണം, അവിടെ മുട്ടണം. അതായത് പേടിയില്ലാതെ എങ്ങനെ ഹ്യൂജ് ലോട്ട് സൈസിൽ നമുക്ക് ഹോൾഡ് ചെയ്യാം എന്നതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് പറഞ്ഞാൽ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 15 മിനിറ്റ്സിൻ്റെ ടൈം ഫ്രെയിമിൽ CE ഓപ്പൺ ചെയ്ത സ്ഥലത്ത് നിന്ന് ഫുൾ ഗ്രീൻ, അതിനുശേഷം ഒരു റെഡ് ക്യാൻഡിൽ വന്നേക്കണം. അപ്പോൾ ആ സെനാരിയോ വെച്ചിട്ട് ഇൻഡെക്സിലാണെങ്കിലും ഫ്യൂച്ചറിൽ ഗ്രീനിഷ് ക്യാൻഡിലിൻ്റെ മൂവ്മെൻറ്റ് വെച്ചിട്ടാണെങ്കിലും CE നിൽക്കേണ്ടത് ഈ ലൈന് പൊക്കത്താണ് നിൽക്കേണ്ടത്. പക്ഷേ സിയിൽ മൂവ്മെൻറ്റ് കാര്യമായിട്ട് ഉണ്ടായിട്ടില്ല. പിയിൽ ഡൗണും ആയിട്ടുണ്ട്. ഇത്രയും ലോസിലാണ് പിയിലും മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ അതിനർത്ഥം നമ്മൾ ഈ സ്വിംഗ് ട്രേഡ് അതേപോലെയുള്ള കാര്യങ്ങളുടെ എക്സ്പീരിയൻസും വെച്ചുകൊണ്ട് വരരുത്. കാരണം ഇന്ന് നല്ല രണ്ടിനും സാധാരണക്കാളും കൂടുതൽ റേറ്റ് ആയിരുന്നു. അതായത് ഇന്ന് പുതിയ എക്സ്പയറി ആയതുകൊണ്ട് നല്ല രീതിയിൽ ഇന്ന് റേറ്റ് രണ്ടിനും കൂടുതലാണ്. അതെങ്ങനെയെങ്കിലും ഒക്കെ രാവിലെ ഒന്ന് മൂവ്മെൻറ്റ് അപ്പർ സൈഡ് ആണെങ്കിലും ഇതൊക്കെ എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് മെൽറ്റാക്കി തീർക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഈ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് സിയിൽ സേഫായിട്ടുള്ള സോൺ 445 ബ്രേക്ക് ചെയ്യാതെ നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കേണ്ട സിയിൽ എന്ന് പറഞ്ഞതിൻ്റെ റീസൺ അതാണ്. 445 എന്നുള്ള സ്ട്രോങ് റെസിസ്റ്റൻ്റ് ആണ്. അത് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റിൽ മൂവ്മെൻറ്റ് ഉണ്ടാകത്തുള്ളൂ. അതേപോലെ പിയിലും ഒരു സേഫായിട്ടുള്ള ഒരു എൻട്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ 395 400 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റിൽ നല്ലൊരു മൂവ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ ഞാൻ ഇത് എന്തുകൊണ്ട് എടുത്തു എന്നുള്ള ചോദ്യത്തിന് ഹ്യൂജ് ലോട്ട് സൈസൊക്കെ എടുത്താലും പേടിയില്ലാതെ ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടേതായിട്ടുള്ളൊരു സ്ട്രാറ്റജി വേണം. ഞാൻ പറഞ്ഞത് മഞ്ഞ ലൈൻ എന്തായാലും മുട്ടണം. കാരണം ഇപ്പുറത്ത് മഞ്ഞ ലൈൻ ഓൾറെഡി ഹൈ ഒരു വോൾട്ടാലിറ്റിയിൽ യെല്ലോ ലൈൻ മുട്ടിയിട്ടുണ്ട്. ഇവിടെ യെല്ലോ ലൈൻ മുട്ടിയിട്ടില്ല. അത് മുട്ടുന്ന സമയത്ത് ചിലപ്പോൾ ചെറിയ ലോസ് ആയിരിക്കും, ചിലപ്പോൾ ചെറിയ പ്രോഫിറ്റ് ആയിരിക്കും. ഇവിടെ RSI ഓൾറെഡി അപ്പർ സൈഡിലേക്ക് കയറിയിട്ടുണ്ട്. 373 ഒന്ന് ബ്രേക്ക് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് 387 മാർക്കറ്റ് മൂവ് ചെയ്യണം.
അപ്പം നമ്മൾ പേടിച്ച് പുറകോട്ട് പോകാൻ നിന്നാൽ അതിന് മാത്രം നേരം ഉണ്ടാവുള്ളൂ. നമ്മളൊരു എൻട്രി എടുത്തു വെച്ചിട്ട് അതിൻ്റെ ആ ക്യാൻഡിലേക്ക് അല്ലെങ്കിൽ നമ്മൾ PNL നോക്കി ഇരുന്ന് കഴിഞ്ഞിട്ടൊന്നും ഒരു കാര്യങ്ങളില്ല. വരുന്നതിന് എന്തിനേയും നേരിടാൻ. അപ്പോൾ ഇതേപോലത്തെ ഒരു സാഹചര്യം നാളെ വന്നു കഴിഞ്ഞാൽ നമുക്കത് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു ഐഡിയ ഉണ്ടാവും. അപ്പം അങ്ങനെ പേടി വരാതിരിക്കണമെങ്കിൽ നമ്മളൊരു സ്ട്രാറ്റജി കണ്ടിന്യൂസ് ആയിട്ട്, ഇങ്ങനത്തെ സിറ്റുവേഷൻസ് മുമ്പ് വന്നിട്ടുണ്ട്. അന്ന് എഗെയിൻസ്റ്റ് ആയിട്ടായിരുന്നു മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് വന്നത്. അപ്പോൾ എത്ര രീതിയിൽ എത്ര ഭാഗത്തേക്കൊക്കെ മാർക്കറ്റ് ലോസിലേക്കൊക്കെ പോയതാണ്. ഏകദേശം ഇത്രയും വരെ വന്നിട്ടുള്ളൂ. ഇപ്പോൾ 373 മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു. RSI സ്റ്റിൽ അപ്പർ സൈഡിലേക്കാണ്. ഇപ്പോഴാണ് ഒരു ടാലി യഥാർത്ഥ ഒരു റൂട്ടിലേക്ക് വന്നതിൻ്റെ റീസൺ, ഇപ്പോഴാണ് ഒരു യഥാർത്ഥമായ റൂട്ടിലേക്ക് വന്നത്. അത് 373ലാണ്. 373ക്ക് മുകളിൽ 374 വന്നിട്ടുണ്ട്. സെക്കൻഡ് ടിപ്പ്, ഇപ്പോൾ എൻട്രി പ്രൈസ് ഒരു റെസിസ്റ്റൻ്റ് ആയിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുത്ത എൻട്രി കറക്റ്റാണെന്നാണ് ആ പറഞ്ഞതിന് ആ ഒരു അർത്ഥം. ഇതിപ്പോൾ ഇവിടെ നിന്ന് 376 ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ 386ലേക്കായിരിക്കും മാർക്കറ്റ് പോകുന്നത്. അവിടെ നിന്നും റിജക്ഷൻ ആയാൽ മാർക്കറ്റ് എങ്ങോട്ട് പോകും? 395ലേക്കായിരിക്കും മാർക്കറ്റ് പോകുന്നത്. അപ്പോൾ ഇവിടെ ഈ സ്ട്രഗിളിങ് ആണെങ്കിലും ഇത് എവിടെ ഒന്ന് സപ്പോർട്ട് എടുക്കണം? 405 വന്നിട്ട് സപ്പോർട്ട് എടുക്കണം. അപ്പോൾ ഇത് ഡോജി ക്യാൻഡിലായാൽ താഴത്തോട്ട് വന്നാൽ, നെക്സ്റ്റ് ക്യാൻഡിൽ താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ 405 മാർക്കറ്റിൻ്റെ സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഇതൊരു അടുത്ത ക്രോസ് ഓവർ ആവുന്നത് വരെ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് ആ ഒരു ലെവലിലേക്കായിരിക്കും. അപ്പോൾ എത്രയായി? 383. ഇവിടം വരെ വന്ന സ്ഥിതിക്ക് ഇനി 386 അല്ലെങ്കിൽ 387 മാർക്കറ്റിൽ പോകാതിരിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഒരു ക്യാൻഡിലോ 2 ക്യാൻഡിലോ 3 ക്യാൻഡിലോ ആയിട്ടാണെങ്കിലും. കാരണം ഇവിടെ 405ലേക്ക് സപ്പോർട്ട് എടുക്കാനും വരണം. ഇപ്പോൾ ഒരു 500 റുപ്പീസ് ആണെങ്കിൽ 500 റുപ്പീസ്. RSI സ്റ്റിൽ അപ്പർ സൈഡിലേക്കാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇത്രയും വരെ വന്ന് നമ്മൾ നല്ല രീതിയിൽ ലോസ് കണ്ടതാണ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ മെജോറിറ്റി ആൾക്കാർ ചിന്തിക്കുന്നത് എന്താ? അയ്യോ, എൻ്റെ ലോസ് അത്ര ഉണ്ടായിരുന്നത് ദേ മുട്ടി. എവിടെ മുട്ടി? യെല്ലോ ലൈനിൽ മുട്ടി. ഓക്കെ, അത് നമ്മളാ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നുകൊണ്ടുള്ള ബുദ്ധിമുട്ടാട്ടോ. എവിടെയൊക്കെയാണ് പോയി എൻട്രി എടുക്കണേ? മാറിപ്പോയി. ഇത് കാണിക്കുന്ന കുഴപ്പമില്ല, നമ്മളുടെ ഇവിടെ എക്സിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ യെല്ലോ ലൈനിൽ മുട്ടുമ്പോൾ നമ്മൾ എക്സിറ്റ് ആവാം. അതും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 390ലാണ് നമുക്ക് പ്രോഫിറ്റബിൾ ആണ്. അപ്പോൾ നമ്മൾ ചെയ്തത് യെല്ലോ ലൈനിൽ മുട്ടു എന്ന് പറഞ്ഞു, നമ്മൾ നല്ല രീതിയിൽ ലോസ് പോയി. ആ ലോസ് പോയ സാധനം കറക്റ്റായിട്ട് യെല്ലോ ലൈനിൽ മുട്ടിയപ്പോൾ സാമാന്യം ഭേദപ്പെട്ട അത്യാവശ്യം പിടിച്ചു നിൽക്കാൻ പറ്റുന്നതാണ് കിട്ടിയത്. അതിനുശേഷമാണ് ഇത് 405 സപ്പോർട്ട് എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ക്വിറ്റ് ചെയ്തിട്ട് അറ്റ് എ ടൈമിൽ ഇവിടെ നിന്ന് എടുത്തു. ഇവിടെയും കിട്ടി എത്ര പോയിന്റ്? 419 വരെ. അതായത് 405, 415, 419. ഇപ്പം എന്നെ സംബന്ധിച്ച് ഒറ്റക്കാണെങ്കിൽ നമ്മുടെ പരിപാടി ഏകദേശം ഒരു തീരുമാനമൊക്കെ ആയിട്ടുണ്ട്. ഇത് 420 ബ്രേക്ക് ചെയ്താൽ അത് കണ്ടിന്യൂ ചെയ്ത് മുകളിലോട്ട് പോകും. അപ്പോൾ ഒരു 5 പോയിൻറ്റോ 10 പോയിൻറ്റോ ലോക്ക് ചെയ്തിട്ട് അത് വൈകുന്നേരം വരെ അവിടെ അങ്ങനെ കെട്ടക്കട്ടെ എന്നുള്ളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ കാര്യങ്ങൾ. അപ്പം അങ്ങനെ വേണം നമ്മൾ. പേടിയില്ലാതെ ട്രേഡ് എടുക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നമുക്കൊരു സ്ട്രാറ്റജി വേണം. ആ സ്ട്രാറ്റജി കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യാനുള്ള ഒരു മനോധൈര്യം വേണം. നമ്മളെടുക്കുന്നു, ലോസ് കാണുമ്പോഴത്തേക്കും അതങ്ങ് വിറ്റൊഴിവാക്കുന്നു. അത് കഴിയുമ്പോൾ മാർക്കറ്റ് തിരിച്ച് നല്ല രീതിയിൽ കയറിപ്പോകുന്നു. നമ്മൾ സങ്കടത്തോടെ ഇരിക്കുന്നു. അങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല. നമുക്ക് വ്യക്തമായിട്ടുള്ളൊരു കണക്കൂട്ടൽ വേണം. അതിന് ആവശ്യത്തിൽ കൂടുതൽ ധൈര്യം നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രോഫിറ്റബിൾ ആവാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ ഇത്തിരി ഹ്യൂജ് ക്വാണ്ടിറ്റി ഇട്ട് നിങ്ങളെ കാണിച്ചു തന്നത്. കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഇറങ്ങാൻ പറ്റുന്ന കേസേ ഉള്ളൂ. ഇവിടെ നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടി, ഇവിടെ നിന്ന് നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടി, ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ക്രോസ് ഓവർ ആയിട്ടില്ല. ക്രോസ് ഓവർ ആയാൽ മാത്രമാണ് രക്ഷയുള്ളൂ. 420 എന്നുള്ളത് ഒരു റെസിസ്റ്റൻ്റ് ഏരിയ ആണ്. 420 എന്നുള്ളത് ഒരു റെസിസ്റ്റൻ്റ് ഏരിയ ആണ്. അപ്പോൾ ഇത് 420 ടച്ച് ചെയ്യുകയാണെങ്കിൽ അത് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് ഇനിയൊരു മൂവ്മെൻ്റ് ഉള്ളൂ. ഇവിടെ എന്താണ്? പ്രീവിയസ് ക്യാൻഡലിൻ്റെ ഹൈ ഓപ്പൺ 382.95,
ലോ 360, ഹൈ 383.50. 383.50 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റിലൊരു മൂവ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. അത് 390ലേക്ക് മൂവ് ചെയ്യാം. 390 ബ്രേക്ക് ചെയ്താൽ സാധനം പറന്ന് ഹൈ വോളിയത്തിലായിരിക്കും മാർക്കറ്റ് മേളിലോട്ട് പോകാൻ പോകുന്നത്. അപ്പോൾ അത് എൻ്റേതായിട്ടുള്ള പരിപാടിയിൽ എനിക്ക് പ്ലാൻ ചെയ്യണം. കുറച്ചും കൂടെ പോയിന്റ് കിട്ടാനുണ്ട്. അപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നൊരു കാര്യം ഞാൻ പറയാം. ഈ സാധനം ഇപ്പോൾ പോക്കറ്റ് റോഡിലാണ്, അത് ഹൈവേട്ട് കയറിയിട്ടില്ല. ഇത് ഹൈവേയിലേക്ക് കയറുമ്പോൾ 390 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് സിംഗിൾ ക്യാൻഡിലിൽ 415 വരും. ശ്രദ്ധിച്ചിരുന്നു കേട്ടോ. 390 ബ്രേക്ക് ചെയ്ത സാധനം റോക്കറ്റ് വിട്ട പോലെ ആയിരിക്കും പോകുന്നത്. ആ പോക്ക് എവിടം വരെ പോകാം? 450 വരെ പോവാം. കാരണം പോക്കറ്റ് റോഡിൽ നിന്ന് വണ്ടി ഹൈവേയിലേക്ക് കയറാൻ പറ്റും. അപ്പോൾ പലരും ചോദിച്ചിട്ടുണ്ട് മാസീവ് മൂവ്മെൻറ്റ്. അവിടെ അങ്ങനത്തെ ഒരു സാഹചര്യമുണ്ട്. 50-50% ആണ്. ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹൈ വോളിയത്തോട് കൂടിയിട്ടായിരിക്കും മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്നതും. ഹൈ വോളിയത്തോടു കൂടി ബ്രേക്ക് ചെയ്താൽ നല്ല മൂവ്മെൻറ്റ് മാർക്കറ്റ് കിട്ടും. അത് ലെഫ്റ്റ് സൈഡിൽ എങ്ങനെ നമുക്ക് ടാലി ചെയ്യാം, അതിനെ പറ്റിയിട്ടാണ് ആലോചിക്കുന്നത്. 379ലേക്ക് ടിപ്പടിക്കും. അടുത്ത 2 ക്യാൻഡിലിനുള്ളിൽ കാര്യങ്ങളുടെ ഒരു വിശദമായ കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. അതായത് ഇവിടെ 405 ബ്രേക്ക് ചെയ്ത് ഇത് ഡോജി ക്യാൻഡിലായാൽ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്താൽ ഈ 405 ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് എന്ത് ചെയ്യും? 379ലേക്ക് ഫാൾ ആവും. അപ്പോൾ ഇവിടെ ഇപ്പോൾ എന്താ പറയുന്നത്, 401 ഒരു 5 പോയിന്റ് സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ടാണെങ്കിലും 2 എടുത്ത് ഹെഡ്ജ് ചെയ്താൽ എന്താ ഗുണം? ഒരെണ്ണം 20 പോയിന്റ് കിട്ടുമ്പോൾ മറ്റേത് 5 പോയിന്റ് സ്റ്റോപ്പ് ലോസ് അടിച്ച് പോയി കാണും. ഒരു 45 മിനിറ്റിൽ നമുക്ക് ലൈവ് വൈൻഡപ്പ് ചെയ്യാം. 36 മിനിറ്റായി. അപ്പോൾ ഈ കാര്യങ്ങൾ കൂടെ ഒന്ന് അറിയട്ടെ. സ്റ്റിൽ RSI അപ്പർ സൈഡിലേക്കാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഏകദേശം RSI ഒരു ടാലിയെ രണ്ടും 2 രീതിയിൽ പല ദിക്കിലാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരുന്നത്. അപ്പം അതുകൊണ്ട് ഇവിടെ ഓപ്പോസിറ്റ് മൂവ് നടന്നതുകൊണ്ടാണ് നമ്മളിവിടെ ഓപ്പോസിറ്റ് മൂവ് എടുത്ത് പോസിറ്റീവ് ആക്കിയത്. കാരണം ഇതിനു മുമ്പ് അങ്ങനത്തെ ഒരു സെനാരിയോ വന്നതുകൊണ്ട് എനിക്കറിയാം ഇവിടെ ഇന്ന പോലെയൊക്കെയാണ് കാര്യങ്ങൾ മാക്സിമം സംഭവിക്കാൻ പോണതെന്ന്. ഇപ്പോൾ റോക്കറ്റ് വിട്ട പോലെ മാർക്കറ്റ് ഒരു മൂവ്മെൻറ്റ് പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. കാരണം പ്രീവിയസ് ആയിട്ടുള്ള ലെവലിലൊക്കെ വലിയ ക്യാൻഡിലാണ്, ഹൈ വോളിയം ക്യാൻഡിലാണ് ഉണ്ടായേക്കുന്നത്. അപ്പോൾ ആ വാക്കു സ്പേസ് അത് യൂസ് ചെയ്താൽ 390 ബ്രേക്ക് ചെയ്താൽ ഒരൊറ്റ ടിപ്പ് ആദ്യം പോകുന്നത് തന്നെ ഒരു 399ലേക്കായിരിക്കും, ഒരു 10 പോയിന്റ്. അതും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. മിക്കപ്പോഴും അങ്ങനെ വരാറുണ്ട് ടെക്നിക്കലി. പിന്നെ ഇവിടെ ഒരു മടക്ക് വന്നാൽ മാത്രമാണ് ഇത് റിവേഴ്സായിട്ട് മൂവ് ചെയ്യുള്ളൂ. അത് റിവേഴ്സായിട്ട് മൂവ് ചെയ്യണമെങ്കിൽ 408 ബ്രേക്ക് ചെയ്യണം. 408 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് 420 483ലേക്ക് മാർക്കറ്റ് പോകത്തുള്ളൂ. ഇതൊരു സപ്പോർട്ടിംഗ് സോണാണ് 405 എന്നുള്ളത്. അടുത്ത ഡയറക്ഷൻ ഇവിടെ നിന്നാണ് തീരുമാനിക്കുന്നത്. ഇവിടെ ഒരു ക്രോസ് ഓവറിൻ്റെ സാഹചര്യങ്ങൾ വരുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ അലർട്ടായിട്ടിരിക്കണം എന്ന് പറയുന്നത്. ഒരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ ഫാസ്റ്റ് മൂവ്മെൻറ്റ് എന്തായാലും കിട്ടും. കാരണം ഈ റെഡ് അല്ല ഈ ഗ്രീൻ അത്ര വലിയ സുഖമുള്ളൊരു ഗ്രീനായിട്ട് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് ഒരറ്റംപ്റ്റും കൂടെ നടത്തിയാൽ കൊള്ളാമെന്നൊരു ആഗ്രഹമുണ്ട്. കാരണം ഇതിപ്പോൾ ഇത് 2 കാര്യങ്ങളാണ് ഈ ക്യാൻഡിൽ സംഭവിക്കാൻ പോകുന്നത്. ഇതൊന്ന് ബ്രേക്ക് ചെയ്ത് സാധനം മുകളിലോട്ട് പറക്കും, അല്ലെങ്കിൽ ഒന്ന് ലോ വന്നിട്ട് 375 സപ്പോർട്ട് എടുക്കും. അപ്പോൾ എന്താ പറഞ്ഞത്, ഈ ഗ്രീൻ അത്ര വലിയ സുഖമുള്ള ഗ്രീൻ അല്ല എന്ന് പറഞ്ഞതിൻ്റെ റീസൺ. ചിലപ്പോൾ ആ ഗ്രീൻ കാണുമ്പോൾ പലരും ചാടിക്കയറി ഗ്രീൻ എടുക്കും. പക്ഷെ നമ്മൾ ആ ഗ്രീൻ അത്ര വലിയ വാല്യൂ അതിൽ കൊടുക്കുന്നില്ല. മെജോറിറ്റി ചാൻസും പിയിലേക്കാണ് നിൽക്കുന്നത്. ഇത് ക്രോസ് ഓവർ ആവുന്ന വരെ മാർക്കറ്റ് പി തന്നെയാണ്. അപ്പോൾ ഇപ്പം താഴത്തോട്ട് വന്നിട്ടുണ്ട്. ഇപ്പം മേളിലോട്ട് പോയിട്ട് അടിച്ച സാധനം പറന്നങ്ങ് പോകും. ഇവിടെ നിന്നൊരു ബ്രേക്ക് കിട്ടിയ പറന്നായിരിക്കും 399ലേക്ക് പോകുന്നത് കേട്ടോ. മറ്റേ താഴത്തോട്ട് വന്നിട്ട് ഇവിടെ ബ്രേക്ക് ചെയ്യാത്ത കണ്ട, ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാധനം പറക്കണം. ഇവിടെ പക്ഷേ ഒരു സ്ട്രഗിളിങ് ഉണ്ട്.
സ്ട്രഗിളിങ്ങിൻ്റെ റീസൺ ഈ ക്യാൻഡലിൻ്റെ ഹൈ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇതും ചീറ്റാണ്. മുമ്പുണ്ടായിരുന്ന ഗ്രീൻ എങ്ങനെ റെഡ് എങ്ങനെ ചീറ്റായോ അതേപോലെ തന്നെയാണ്. പക്ഷെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്താൽ ഗുണമുണ്ടാകും എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഇതും ഒരു ഫേക്ക് ഡമ്പാണ്, അത്ര വിശ്വസിക്കാനായിട്ട് പറ്റില്ല. പിന്നെ ഭാഗ്യം ഉണ്ടെങ്കിൽ ഇറങ്ങി ഇങ്ങ് പോരുമെന്ന് മാത്രമേ ഉള്ളൂ. RSI അപ്പിലേക്ക് നിൽക്കുന്ന കാരണം ഒരു മടക്ക് പോലെയൊക്കെ വരുന്നുണ്ട്. നമ്മൾ പറഞ്ഞ 399 നമ്മൾ പറഞ്ഞത്. അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ഹാപ്പിയാണ്. കാരണം ഈ ഫേക്ക് അപ്പ് ഉണ്ടായപ്പോൾ ദേ ഇവിടെ വന്ന് സെക്കൻഡ് സപ്പോർട്ടിൽ മുട്ടിയപ്പോൾ 380 ഞാൻ എൻട്രി എടുത്തത്. അതിപ്പോൾ എല്ലാം നമുക്ക് ഇവിടെ കാണിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. ഇത് താഴത്തോട്ട് വന്നപ്പോൾ അത് സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ആയിട്ട് തോന്നി. ഇതിപ്പോൾ ഇനി ഒരു ഇടകലർന്ന സ്ഥലമാണ്. ഇതിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് ഇതും ഒരു ചീറ്റിംഗ് റെഡാണ് ഈ സാധനം. പോട്ടെ, അത്യാവശ്യം 390 വരെയെങ്കിലും പോകണ്ടേ. 390ക്ക് താഴെ വന്നാൽ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് വെക്കാം. 396 നമ്മൾ പറഞ്ഞ ഏരിയ 399. ഇവിടെ ഒരു മടക്ക് പോലെ വന്നിട്ടുണ്ട്. അതിനർത്ഥം ട്രെയിൽ ചെയ്ത് വെക്കാമെന്നാണ് അതിനർത്ഥം. ത്രീ 90ക്ക് താഴെ വന്നാൽ പോയി. 390യോ ഞാനൊരു ബ്ലൂ ലൈൻ വരച്ചു വെക്കാം. ബ്ലൂ ലൈൻ വരച്ചു വെച്ചാൽ പിന്നെ വലിയ വിഷയമില്ലെന്നാണ് ആൾക്കാർ പറയുന്നത്. ഈ ബോക്സിന് താഴത്തേക്ക് വന്നാൽ നമുക്ക് വിടാം. അല്ലാന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ട്രിഗർ പോയിന്റ് 398 വരെയൊക്കെ പോവാം. അപ്പോൾ ഇവിടെ അത്രയും ആ ലോസ് വന്നപ്പോൾ പേടിച്ചിരുന്നാൽ പോയി. പക്ഷെ നേരെ മറിച്ച് അത് ധൈര്യത്തോടെ ഇരുന്നെങ്കിലോ എത്ര പോയിന്റ് ഇപ്പോൾ വന്നേനെ. അപ്പം മാർക്കറ്റിൻ്റെ ഒരു ഡയറക്ഷൻ മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കണം. കാരണം ഈ ഹൈയിലേക്ക് മാർക്കറ്റ് ഇപ്പോൾ തിരിച്ചു വന്നാലും ഈ ക്യാൻഡലിൻ്റെ ഹൈയിലേക്ക് മാർക്കറ്റ് വരണം. അതായത് റീടെസ്റ്റ് 405 എന്തായാലും അടിക്കണം. കാരണം മാർക്കറ്റ് ഒരിക്കലും ഒറ്റ ഡയറക്ഷനിൽ പോവില്ല. ഇത് 387 സപ്പോർട്ട് സോൺ. നമുക്ക് അങ്ങനെയും ട്രെയിൽ ചെയ്ത് വെക്കാം. 387 സപ്പോർട്ട് സോൺ. 387 നമ്മൾ വരച്ച ബോക്സിൻ്റെ താഴെ വന്നാൽ മാത്രമാണ് മാർക്കറ്റ് ഡൗണിലേക്ക് വരുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫസ്റ്റ് റിജക്ഷൻ ഏരിയ 399 399 ബ്രേക്ക് ചെയ്താൽ പിന്നെ പോകുന്നത് 416 ഇത് ഡോജി ക്യാൻഡിൽ ആയിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് ക്യാൻഡിൽ ഹൈ ബ്രേക്ക് ചെയ്താൽ അത് കണ്ടിന്യൂ ചെയ്ത് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് പോകും. നിലവിലുള്ള ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ അടിക്കും. ഇപ്പോൾ 395 ഒരു റിജക്ഷൻ ഏരിയ ആയിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു മടക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇത്തിരി നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതാണ്. ഒരു ട്രെയിലിങ് ചെയ്ത് വെക്കേണ്ട സമയമായി എന്നുള്ളതാണ്. പിന്നെ ആകെയുള്ളൊരു ആശ്വാസം ഇവിടെ ഒരു ലോ നിൽപ്പുണ്ട് എന്നുള്ളൊരു ആശ്വാസം മാത്രമേ ഉള്ളൂ. 396 ആയിട്ടുണ്ട്. 396 അപ്പോൾ എവിടെ ട്രെയിൽ ചെയ്യണം, എങ്ങനെ ട്രെയിൽ ചെയ്യണം എന്നുള്ളതും നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യമുണ്ട്. മാർക്കറ്റ് റിവേഴ്സ് ആവാനും അല്ലെങ്കിൽ അതിനൊക്കെ ഒരു പർട്ടിക്കുലർ ഏരിയ ഉണ്ട്. അല്ലാണ്ട് തോന്നുന്ന സ്ഥലത്ത് വെച്ചിട്ടൊന്നും മാർക്കറ്റ് റിവേഴ്സ് ആവില്ല. ഒരു ടിപ്പും കൂടെ അടിച്ചാൽ 379 ഹൈ എത്ര വരെ പോയിട്ടുണ്ട്? 397 വരെ പോയിട്ടുള്ളൂ. കുറച്ചും കൂടെ ഒന്ന് പോകാനുണ്ട്. മിനിറ്റ് നമ്മൾ 45 മിനിറ്റിൽ വൈൻഡപ്പ് ചെയ്യാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് 379 മുട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. കാരണം ഇതിൻ്റെ ബോഡി ലെവലിലാണ് ഇപ്പോൾ സപ്പോർട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ. പ്രീവിയസ് അതായത് സെക്കൻഡ് ലോ വിക്കിൻ്റെ ചോട്ടിലാണ് ഇപ്പോൾ സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്നൊരു ചെറിയ വിക്കും കൂടെ താഴത്തേക്ക് വരാനുണ്ട്. കാരണം ഈ പ്രൈസ് ലൈൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും 398 വരെ പോയിട്ടുണ്ട്. നമ്മൾ 399
ടാർഗറ്റ് പ്രൈസ് പറഞ്ഞത്. ഒരു പോയിൻ്റൊക്കെ ചെറിയ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഓൾമോസ്റ്റ് ഡൺ ആണ്. എത്ര എന്നാണ് മാർക്കറ്റ് നമ്മൾ എൻട്രി എടുത്തൊരു ലെവൽ 372 മുതൽ 399 വരെ ഉദ്ദേശിച്ചാൽ മതി. 400ലേക്ക് എക്സ്പാൻഷൻ ആയിട്ടുണ്ട്. 398.90. അപ്പോൾ 399 വരെ പോകാൻ ചാൻസ് ഉണ്ട്. 400 ബ്രേക്ക് ചെയ്താൽ പിന്നെ മാർക്കറ്റ് പോകേണ്ടി വരും. അപ്പം എൻ്റെ മെയിൻ പരിപാടി ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ കൊണ്ട് ട്രെയിൽ ചെയ്ത് വെച്ചിട്ട് കയ്യും കെട്ടിയിരിക്കുക എന്നുള്ളതാണ്. കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി, അല്ലെങ്കിൽ ഇവിടെ ഇറങ്ങുക, ശേഷം അതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ വീണ്ടും എടുക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ 398.90 വരെ പോയിട്ടുള്ളൂ കേട്ടോ. നമ്മൾ 390 ആണ് പറഞ്ഞത്. 398.90 വരെ പോയിട്ടുണ്ട്. ഇപ്പോൾ 399 റീച്ച് ചെയ്തിട്ടുണ്ട്. 399, 401, 402 നമ്മൾ പറഞ്ഞത് ഒരു പാത്ത് വേയിലേക്ക് കയറിയിട്ടുണ്ട്. ഇനിയുള്ള വോളിയം ഒക്കെ ഹൈ വോളിയം ആവാൻ ചാൻസ് ഉണ്ട്. 379 അതും ബ്രേക്ക് ചെയ്തിട്ടാണ് താഴത്തോട്ട് പോരുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് ഡണ്ണാണ്. 45 മിനിറ്റ് നമ്മൾ പറഞ്ഞത് 45ാമത്തെ മിനിറ്റിൽ ഒരു ടാർഗറ്റ് ഹിറ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. അത് ഇവിടെ നിന്ന് മാർക്കറ്റ് മൂവപ്പ് ആയി കഴിഞ്ഞാൽ 412 ഇനി എവിടം വരെ പോകാനുള്ള ചാൻസ് ഉണ്ട്. ഈ ക്രോസ് ഓവർ ആവുന്ന സമയം ഇനി ഇതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ 403 വരെ പോയിട്ടുണ്ട്. ഇനി 403 ബ്രേക്ക് ചെയ്താൽ അടുത്ത സ്ഥലം എങ്ങോട്ടായിരിക്കാം? 412 വരെ മാർക്കറ്റ് പോവാം. കാരണം ഇവിടെ ക്രോസ് ഓവർ വന്നിട്ടില്ല, ഒരു മടക്കേ വന്നിട്ടുള്ളൂ. അപ്പോൾ അത് ഇവിടെ എങ്ങ് നിന്നാൽ പോരല്ലോ. 412 വരെ പോകണ്ട, അല്ലെങ്കിൽ മോശമല്ലേ. 408, 409 നമ്മൾ പറഞ്ഞത് ഹൈ വോളിയം മൂവ്മെൻ്റ് ആയിരിക്കും ഉണ്ടാവണത്. വെട്ടിയും പുകയും പോലെ പോകത്തുള്ളത് നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തതാണ്. അതെന്തുകൊണ്ടാണ്? പ്രീവിയസ് ആയിട്ട് നമ്മൾ ഒരു വർഷമായിട്ട് ഇതിൻ്റെ പുറകെ കൂടിയേക്കുന്ന കാരണമുള്ള അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ ഇവിടെ ക്രോസ് ഓവർ വരുന്നവരെ നമുക്ക് അവസരം ഉണ്ടെന്ന് പറഞ്ഞു. 409, 410 വരെ പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചേക്കണേ? രണ്ടാമത് SMA ഹിറ്റ് ചെയ്തു. നമ്മൾ വരച്ച ബോക്സിൻ്റെ അകത്ത്, അതായത് 22620 വരെ പോയിട്ടില്ല. അപ്പോൾ ഇവിടെ സപ്പോർട്ട് ഓൾറെഡി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വിക്ക് താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ 412 വരെ ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ വീണ്ടും മാർക്കറ്റ് താഴത്തോട്ടായിരിക്കും പോകുന്നത്. 410, 412.5 ഇന്നലെ ഇങ്ങനെയായിരുന്നു. ഒരു പോയിന്റ് ഇട്ടിട്ട് മാർക്കറ്റ് താഴത്തോട്ട് ഇറങ്ങി. ഇന്നലത്തെ സെയിം മാർക്കറ്റാണ്. ഇന്നലത്തെ ഒരു മാർക്കറ്റിൽ ഒരു 407 ട്രിഗർ പ്രൈസ് ഉണ്ടായിരുന്നു. 407 ട്രിഗർ പ്രൈസിൽ 406 ഇട്ടിട്ട് മാർക്കറ്റ് താഴത്തോട്ട് വന്നിട്ട് പിന്നെ കണ്ടിന്യൂസ് ഇങ്ങനെ ഫാൾ ആവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ആവോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കാം. ഇപ്പോഴും മാർക്കറ്റ് ക്രോസ് ഓവർ ആയിട്ടില്ല. മാക്സിമം ട്രെയിൽ ചെയ്ത് കൊണ്ടുപോകാന്നുള്ളത്. ഇപ്പോൾ 400 ട്രെയിൽ ചെയ്ത് വെച്ചാലും വിഷയങ്ങളില്ല. 412, 413 ഇനി പോയി കഴിഞ്ഞാൽ 425 ആണ്. ഇവിടെ ക്രോസ് ഓവർ ആവുന്നു. ഇത്രേ ഉള്ളു കാര്യം. ധൈര്യത്തോടു കൂടി ഇരിക്കുക, പേടിക്കാതിരുന്ന് കഴിഞ്ഞാൽ 412. അപ്പോൾ ഇവിടെ ഞാനത് ഇട്ടിട്ട് പോയിരുന്നെങ്കിലോ എന്തായിരുന്നു അവസ്ഥ? പിന്നെ 48 മിനിറ്റ്, 3 മിനിറ്റ് കൂടുതൽ എടുത്തുള്ളൂ. നമ്മൾ കുറച്ചും കൂടെ വൈഡനിങ് ചെയ്തത് കൊണ്ടാണ് 412 ഒരു ട്രിഗർ പ്രൈസ് ആണെന്ന് മനസ്സിലായത്. ഇനി കൂടുതൽ വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല. എൻ്റെ പരിപാടിയൊക്കെ ഓൾമോസ്റ്റ് ഡണ്ണാണ്. അത്യാവശ്യം തരക്കേടില്ല എന്നുള്ള രീതിയിൽ ഓൾമോസ്റ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം. അതേപോലെ തന്നെ ഇതേപോലെയാണ് ഞാൻ ലൈവ് വ്യൂവിൽ പറയുന്നത്. ഞാൻ ഒരാളോടും എടുക്കാനോ വിൽക്കാനോ ഒന്നും പറയില്ല. ഇതേപോലെയുള്ള അനലൈസിങ് ചെയ്ത് ഒരു മെൻ്റലി നമുക്കൊരു ബാക്ക് സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ ലോസ് വന്നിട്ട് ഉള്ള ആൾക്കാർക്കൊക്കെ അത് റിക്കവർ ചെയ്യാനായിട്ടുള്ളൊരു പോസിബിലിറ്റി കിട്ടും. ഒറ്റയ്ക്ക് ട്രേഡ് ചെയ്യുമ്പോഴത്തേക്കും ആ ലോസ് കാണുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ഇറങ്ങിപ്പോവും. പക്ഷെ അത് കുഴപ്പമില്ല. ഇന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട്, ഇന്ന സാഹചര്യങ്ങൾ കൊണ്ട് മാർക്കറ്റ് റിവേഴ്സ് പോരാം എന്നൊക്കെ പറയുമ്പോൾ അവർക്കൊരു ബാക്ക് സപ്പോർട്ട് ക്രോസ് ഓവർ. ആ ക്രോസ് ഓവറിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ 412 ഇറങ്ങാം എന്ന് തീരുമാനിച്ചത്. അതിൻ്റെ ഹൈ എത്ര വരെ പോയിട്ടുണ്ട്? പിൻബാറാണ് ഫോം ചെയ്തിരിക്കുന്നത്. 414 വരെ. 2 പോയിൻറ്റിൻ്റെ വ്യത്യാസത്തിലാണ് നമ്മൾ ഇറങ്ങിയത്.
ഇതൊരു പിൻ ബാർ ഹാങ്ങിങ് മാൻ ആണ്. 412 അല്ലെങ്കിൽ പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ 425. അപ്പം അങ്ങനെ നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്തിട്ട് അത് താഴത്തോട്ട് പോകുമ്പോൾ ഈ ലോസ് വരുത്തി വെക്കണതിന് നല്ലതല്ലേ. അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 5 പോയിന്റ് സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് റീ എൻട്രി എടുക്കുന്നതാണ് ബെറ്റർ. ഇത് പിൻബാറാണ്, ചാൻസ് കുറവാണ് മേളിലോട്ട് കയറി പോകാൻ. അപ്പോൾ ഇങ്ങനെയാണ് ലൈവ് വ്യൂ റൂം. അപ്പോൾ അതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ കറക്റ്റായിട്ട് 412 ഇറങ്ങി. 412 ഇറങ്ങിയപ്പോൾ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇതിൻ്റെ വിക്കിൽ ലൈൻ വരച്ചിട്ടുണ്ട്. ഒന്നാമത്തെ കേസ് ഞാനൊരു വര വരച്ചിട്ട് അതിനപ്പുറത്തേക്ക് പോകൽ വളരെ അപൂർവമാണ്. അപ്പോൾ അവിടെ എന്ത് ചെയ്തു, സ്ട്രഗിൾ ചെയ്തപ്പോൾ ഇവിടെ RSI ക്രോസ് ഓവറായി. ഇവിടെ വീണ്ടും എന്ത് ചെയ്തു, എൻട്രി എടുത്തു. അല്ലാണ്ട് ഇത് ട്രെയിൽ ചെയ്ത് ഞാൻ താഴത്തോട്ട് കൊണ്ടുവരികയല്ല ചെയ്ത്. അവിടെ 312 വരെ നമ്മൾ എത്തുമെന്ന് പറഞ്ഞു. കറക്റ്റ് നല്ല 412 വരെ എത്തുമെന്ന് പറഞ്ഞു. 412 അത് കൃത്യമായിട്ട് ഇറങ്ങി 385 വീണ്ടും സപ്പോർട്ട് എടുക്കുന്നു. അപ്പോൾ ഇവിടെ 380 നിന്നാണെങ്കിലും 399 ഹൈ എത്ര പോയിട്ടുണ്ട്, 400 വരെ പോയിട്ടുണ്ട്. ഈ സാധനം എവിടം വരെ പോകും, മൂവ് ചെയ്താൽ 411 വരെ പോകും. ഈ ഒരു 385 ബ്രേക്ക് ചെയ്ത് ഡൗൺ ആയാൽ സാധനം 372 ഇട്ടോ ഇങ്ങോട്ട് വരും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഇവിടെ എത്ര പോയിന്റ് കിട്ടി, 380 നിന്ന് 40 പോയിന്റ് ഇവിടെയും കിട്ടി, 20 പോയിന്റ് ഇവിടെയും കിട്ടി. അപ്പോൾ അതിനാണ് നമ്മൾ ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും ഒരേ ഒരു സ്ട്രാറ്റജി കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യുമ്പോൾ കിട്ടുന്ന അഡ്വാൻറ്റേജ് ആണത്. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ ഇവിടെ നമുക്ക് ഒരു ദിവസം ഇപ്പം എന്നെ സംബന്ധിച്ച് 10 പോയിൻ്റാണ് എൻ്റെ മിനിമം ടാർഗറ്റ്. ആ 10 പോയിന്റ് മിനിമം ടാർഗറ്റിൻ്റെ അവിടെ 40 പോയിന്റ് കിട്ടിയപ്പോൾ ഇവിടെ ഒരു 5 പോയിന്റ് ഇട്ടിട്ട് ഒരു പരീക്ഷണം നടത്തുന്നത് നല്ലതല്ലേ. കാരണം ഇവിടെ ഈ താഴത്തോട്ട് ട്രെയിൽ ചെയ്ത് 10ഉം 30ഉം പോയിന്റും കളയുന്നതിലും എത്രയോ ബെറ്ററാണ് ഇവിടെ ഒരു 5 പോയിന്റ് ഇടുന്നത്. അതെ, ഇവിടെ ഈസി ആയിട്ട് ഇവിടെയും ഒരു 20 പോയിന്റ്സ് അടുത്ത് ഇവിടെയും കിട്ടി. ഇവിടെ കറക്റ്റായിട്ട് ഈ ഒരു ഭാഗത്ത് സപ്പോർട്ട് എടുത്തു. എന്തുകൊണ്ടാണ്, ഇവിടെ ഹിറ്റ് ചെയ്തു. അപ്പോൾ ആദ്യത്തെ റിജക്ഷൻ ഇവിടെ നിന്ന് എടുത്തു. ഞാൻ ഒറ്റക്കാണെങ്കിൽ ഇവിടെ നിന്ന് എടുത്താലും 390 നിന്ന് 10 പോയിന്റ് ഇവിടെയും കിട്ടും. ഒരു 10 പോയിന്റ് ഒരു 7 ലോട്ടിലോ 10 ലോട്ടിലോ 20 ലോട്ടിലോ പ്രോഫിറ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നങ്ങളില്ല. ട്രേഡിങ് ഞാൻ പറയുന്ന പോലെ തന്നെ വളരെ സിമ്പിളാണ്. ബട്ട് നമ്മളതിനെ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നതുകൊണ്ടാണ് നമുക്ക് ലോസ് വരുന്നതും. നമുക്ക് പൊതുവെ ഒരു വിചാരമുണ്ട്, നമുക്കൊരു എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമുക്കത് ലോസ് വരാൻ പാടില്ല, ലോസേ വരാൻ പാടില്ല എന്നൊരു തീരുമാനമുണ്ട്. നോക്കി, ഇത് കറക്റ്റായിട്ട് ഈ മഞ്ഞ ലൈനിൽ തിരിച്ച് റിട്ടേൺ ആയി. അപ്പോൾ ഇവിടെ നിന്ന് അവിടം വരെ എടുത്തിട്ട് ഇറങ്ങാനുള്ളൊരു മനസ്സ് കാണിക്കണം. ഇവിടെ 385 ഇവിടെ സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. അത് വീണ്ടും തിരിച്ച് മുകളിലോട്ട് പോയി. ഇതൊക്കെ നമുക്ക് കിട്ടും ശ്രദ്ധിച്ചിരുന്ന, നമ്മുടെ മനസ്സ് ഫ്രീ ആണെങ്കിൽ. അപ്പോൾ പലരും എന്നോട് ചോദിക്കുന്നുണ്ട്, ഇതിലെന്തിനാണ് ഇതിനും മാത്രം വരയിട്ടേക്കണത്, ഇതെന്താണ് 8 കാലി വല പോലെ ഉണ്ടല്ലോ, ചിലന്തി വല പോലെ ഉണ്ടല്ലോ, കാക്കക്കൂട് പോലെ ഉണ്ടല്ലോ എന്നൊക്കെ ഒരുപാട് കമൻറ്റ് വന്നിട്ടുണ്ട്. ആ വര ഇട്ടത് കൊണ്ടാണല്ലോ മാർക്കറ്റ് എനിക്ക് ഇവിടുന്ന് റിവേഴ്സായി എന്ന് അറിയാൻ പറ്റത്. അല്ലെങ്കിൽ ഈ ഭാഗത്തുനിന്ന്, അതായത് ഫസ്റ്റ് റെഡ് സെക്കൻഡ് വൈറ്റ് ഡോട്ട് നമ്മൾ ഓൾമോസ്റ്റ് വരച്ചിട്ടിരിക്കുന്ന ഒരു സ്ക്വയർ ലൈൻ, അവിടെ നിന്നുള്ള മൂവ്മെൻറ്റിൽ ഒരു റിവേഴ്സ് കിട്ടും എന്നുള്ള കാര്യങ്ങൾ മനസ്സിലായത് അതുകൊണ്ടാണല്ലോ. നേരെ മറിച്ച് നിങ്ങൾ വരച്ചിടുന്ന വര ഈ ഭാഗത്താണെങ്കിൽ എന്ത് ചെയ്യും, നിങ്ങൾ ഇവിടം വരെ ഇന്നല്ലെങ്കിൽ നാളെ വരുമെന്നും പറഞ്ഞിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ പുറകോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ അവിടുത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി തീരുമാനം എടുക്കും, അത്രേ ഉള്ളൂ വ്യത്യാസം, നമ്മൾ തമ്മിൽ അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എനിവേ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, കൂടുതൽ അറിയാനോ പഠിക്കാനോ മനസ്സിലാക്കാനോ ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനോ ചാർട്ട് റീഡിങ് പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ്ലി എന്നെ വിളിക്കാം. എൻ്റെ നമ്പറൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ എനിവേ, നമ്മൾ ഇന്നത്തെ പരിപാടി വൈൻഡപ്പ് ചെയ്യുന്നു. കാരണം 10 മണിക്ക് 10:10 തീർന്നതാണ്. പിന്നെ ലൈവിലുള്ള കുറച്ച് ആൾക്കാരൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ചിരിക്കുകയായിരുന്നു. ഇന്ന് പബ്ലിക് ടെലഗ്രാം ചാനലിലായിരുന്നു ലൈവ്, അപ്പോൾ കുറച്ചധികം ആളുകളൊക്കെ ഉണ്ടായിരുന്നു. എനിവേ, ഓൾ ദി ബെസ്റ്റ്. വളരെ സന്തോഷകരമായിട്ടുള്ളൊരു വീക്കെൻഡായിരുന്നു. അതിൽ ദൈവത്തിനോട് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ അവിടെ നിഫ്റ്റിയിൽ നമ്മുടെ വീക്കിലി ക്യാൻഡിലൊന്ന് നോക്കിയിട്ട് വൈൻഡപ്പ് ചെയ്യാം. വരുന്നതേ ഉള്ളൂ താഴത്തോട്ട്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.